ഇന്ത്യൻ ടു വൺ ടൈം വാച്ചബിൾ മൂവി. ഇതിൽ എടുത്തു പറയേണ്ടത് ശങ്കർ സിനിമകളിലെ എല്ലാ ചേരുവകളും ഇതിൽ ചേർത്തിട്ടുള്ള ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ശിവാജിയിലെ രജനീകാന്തൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർപ്രൈസ് പറഞ്ഞതായിരിക്കും. പിന്നെ ഈ ഇന്ത്യൻ ഫസ്റ്റത്തെ കുറച്ച് BGM ഒക്കെ എടുത്തിട്ടുണ്ട്, AR റഹ്മാൻ്റെ BGM. അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ അതിൽ കത്തികൾ കൊണ്ടുള്ള വയലൻസ് സംഭവമൊന്നുമില്ല. ഇതിലാകെ ഒരു കൊല മൊത്തം കത്തി കൊണ്ട് കൊത്തിക്കൊല ചെയ്യുന്നു. ബാക്കി കംപ്ലീറ്റ് മർമ്മത്തിലൂടെയാണ് ആൾക്കാർ കൊല ചെയ്യുന്നത്. അത് മർമ്മത്തിൻ്റെ അതായത് വിത്ത് ഡെഫിനിഷനോട് കൂടിയിട്ട് പറയുന്നത്. ഇപ്പോൾ ഒരു മർമ്മം പ്രയോഗിക്കുന്ന സമയത്ത് ഇത് ഇന്നതിനാണ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ വിത്ത് ശ്ലോക സഹിതമാണ് പറയുന്നത് മർമ്മത്തിൻ്റെ. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു റെഫറൻസാണ് മർമ്മ വിദ്യാർത്ഥികൾക്ക് നല്ലൊരു റെഫറൻസാണ്. പിന്നെ എടുത്തു പറയാൻ എന്തൊക്കെയാണോ ഉള്ളത്, പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒന്നും തന്നെ ഇല്ല സിനിമയിൽ പറയുകയാണെങ്കിൽ. പക്ഷേ എടുത്ത് പറയേണ്ടാത്ത കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ ഫസ്റ്റ് പാർട്ടിനെ വെച്ച് നോക്കുന്ന സമയം സെക്കൻഡ് പാർട്ട് അത്ര പോരാന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് എനിക്ക് കമൽഹാസൻ്റെ മേക്കപ്പ് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഫസ്റ്റ് പാർട്ട് അവൻ ചെറുപ്പമായിരുന്നു, അത് ഓക്കെ, 40 സംതിങ് വയസ്സേ ഉണ്ടായിരുന്ന സമയത്ത്. ഇപ്പോൾ 60ൻ്റെ മുകളിൽ പ്രായമുള്ളതുകൊണ്ട് ആ തടിൻ്റെ വെച്ചിട്ട് ആ മുഖത്ത് ദശാവതാരത്തിലെ ഒരു കറുത്ത ഒരു വേഷം വരുന്നില്ലേ, ആ മണൽ കോരിൻ്റെ സംഭവത്തിൻ്റെ സെയിം മേക്കപ്പ് വെളുപ്പിച്ച് കഴിഞ്ഞാൽ കണ്ട അതേപോലെ ഇന്ത്യൻ തത്തിയുടെ രൂപത്തിൽ ചില സമയത്തൊക്കെ എനിക്ക് അതങ്ങനെ തോന്നിയത്. പിന്നെ ഇതിലൊരു ഈ എന്താ പറയുക, സ്കേറ്റിംഗ് വീലിൻ്റെ ഒരു ചേസിങ് സീനുണ്ട്. ദൈവമേ, ആ സീനൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക, കുറച്ച് ബോറായിട്ട് തോന്നി ആ സീനൊക്കെ. കാരണം കുറച്ച് സമയമുണ്ട്, അത് ഭയങ്കരമായി അതൊക്കെ ഇത്തിരി ഓവറാണെന്ന് തോന്നി. കാരണം കാർ കൊണ്ട് പോലും അടുപ്പിക്കാൻ പറ്റാത്ത സംഭവങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇതിൽ ഈ നിങ്ങൾ കണ്ടല്ലോ ട്രെയിലറിൽ BGM പറഞ്ഞു തരുകയാണെങ്കിൽ അനിരുദ്ധൻ്റെ നോക്കുന്ന സമയത്ത് ഒന്നും നന്നായിട്ടില്ല പറഞ്ഞു തരണേ. കാരണം പാട്ടുകൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒറ്റ പാട്ടുകൾ ഇഷ്ടപ്പെട്ടു. താത്ത വരാറെ ആ പാട്ട് നമ്മുടെ പേട്ടിൽ രജനീകാന്തിൻ്റെ പാട്ട് മരണമാസ് എന്താണ് മരണമാസ് ആ സെയിം ട്യൂണാണ്. ഇനി നമ്മുടെ മാസ്റ്റർ ലളിതനും വാത്തി കമ്മിങ്, ഇത് മൂന്നും ലൈൻസ് മാത്രം അങ്ങോട്ട് പരസ്പരം അങ്ങോട്ട് മാറ്റിയിട്ടിട്ട് കറക്റ്റായിരിക്കും. ട്യൂണൊന്നും മാറ്റേ വേണ്ട, സെയിമാണ്, ഒരു കുഴപ്പമില്ല. സെയിം പാറ്റേൺ തന്നെയാണുള്ളത്. സിങ്കായി പോകുന്നുണ്ട് എല്ലാം. ഈ 3 പാട്ട് ഒരേപോലെ സിങ്കാകും, ഒരു കുഴപ്പമില്ലാണ്ട്. പിന്നെ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോരാ. നമ്മുടെ ഫസ്റ്റിലെ ഇന്ത്യയിൽ നിന്നുള്ള സിനിമ വന്നിട്ട് മാരക BGM ആയിരുന്നു. പാട്ടുകളൊക്കെ മരണമാസ പാട്ടുകളായിരുന്നു. അതുകൊണ്ട് നല്ല ഹിറ്റായ സിനിമ. അത് മാത്രമല്ല നാഷണൽ അവാർഡ് വിന്നിങ് സിനിമയാണ്. കമൽഹാസൻ നാഷണൽ അവാർഡ് കിട്ടിയ സിനിമ. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അതിലുണ്ട്. പക്ഷേ ഇതിൽ പറഞ്ഞു തരണം ഒരു പാട്ട് പോലും നന്നായിട്ടില്ല. എനിക്കിഷ്ടപ്പെട്ടില്ല ഒരു പാട്ടുകൾ പോലും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അത്ര പോരാ. പക്ഷെ ഒരു പ്രാവശ്യം സിനിമ ഒറ്റ പ്രാവശ്യം അത്രേ ഉള്ളൂ. അല്ല ഇതിൽ പറയത്തക്ക സൂപ്പർ മരണമാസ് സിനിമ എന്ന് പറയാനൊന്നും ഈ സിനിമയില്ല. ഒറ്റ പ്രാവശ്യം അത്രേ ഉള്ളൂ. ഓക്കെ.